നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് കരയുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഒരു വിങ്ങലായി മാറിയിരിക്കുകയാണ് ഇന്ന് വയനാട്. വയനാടിൽ ഉണ്ടായ ആ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കഴിയുന്നു. ഒപ്പം അവിടെ നിന്നും ദാരുണ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ നെഞ്ചിൽ തീയാണ്. 2018 മഹാപ്രളയം, ഒപ്പം തുടർന്നുള്ള വർഷങ്ങളിൽ കേരളത്തിൽ സംഭവിച്ച അതിദാരുണമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരിതങ്ങളെ ഒരു പരിസ്ഥിതി തീവ്രവാദം നടപ്പിലാക്കാനുള്ള മാർഗമായി ചിലർ ലക്ഷ്യമിടുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാഴ്ച. കേരളത്തിന്റെ ഏത് കോണിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായാലും സ്ഥിരം ഒരു കോണിൽ നിന്നും വരുന്ന ഒരു ക്ലീഷേ ഡയലോഗുണ്ട്. മാധവ് ഗാഡ്ഗിൽ അന്ന് 13 വർഷം മുമ്പ് പറഞ്ഞ കാര്യം നടപ്പാക്കിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ മലയോര കർഷകരാണ്, മലയോര മേഖലയിലെ കർഷക ജനതയാണ് എന്നൊക്കെ. ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് മരണമടഞ്ഞ പ്രിയപ്പെട്ടവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ഇറക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു കേരളത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ക്ഷോഭങ്ങൾക്ക് കാരണക്കാർ മലയോര മേഖലയിലെ കർഷകരോ. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട്, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ഒപ്പം കർഷകരുടെ പ്രതിനിധി ശ്രീ ജോഷ വെള്ളരിക്കുണ്ട്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജിൻസ് കാരക്കാട്ട്, നമുക്കറിയാം ഈ 2011 ആ ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിലെ മലയോര മേഖല വളരെയധികം പ്രക്ഷുബ്ധമായിരുന്നു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തുടർന്ന് അവിടെ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പിന്നീട് ഈ 2018 മുതലാണ് നമ്മൾ പ്രകൃതി രമണീയമാണ് എന്നൊക്കെ അഭിമാനിച്ചിരുന്ന കേരളത്തിൽ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആവർത്തിച്ച് ഉണ്ടാകുന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ എല്ലാം ഈ പഴി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മലയോര ജനതയുടെ തലയിലേക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇട്ടുകൊടുക്കുന്നു. പക്ഷേ അതിനപ്പുറം വിട്ട് അവിടെ നടക്കുന്ന ഈ വൻകിട റിസോർട്ട് മാഫിയോ അല്ലെങ്കിൽ ക്വാറികളോ അവരിലേക്കൊന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ചെല്ലുന്നില്ല എന്നതാണ് വസ്തുത. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം, ഇടുക്കി രൂപത എന്തുകൊണ്ടായിരുന്നു അന്ന് ആ ഒരു 2011 റിപ്പോർട്ട് പുറത്തുവിട്ടത്, ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അതിശക്തമായി എതിർത്തത് എന്തുകൊണ്ടായിരുന്നു? മലയോര ജനതയ്ക്കായി അതിശക്തമായി ആ ഒരു കാലഘട്ടത്തിൽ ശബ്ദമുയർത്തിയത് ഏത് സാഹചര്യത്തിലായിരുന്നു? ഫാദർ ജിൻസ് കാരക്കാട്ട്. നമുക്കറിയാം, കേരളം സമാനതകളില്ലാത്ത വലിയ ദുഃഖമുഖത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള വലിയ ദുരന്തം നടന്നിരിക്കുന്ന സാഹചര്യം. ഏകദേശം 300ഓളം പേര് മരണത്തിന് ഇരയായി എന്ന് കണക്കുകൾ പുറത്തു വരുന്ന സാഹചര്യം. അത്തരം ഒരു സമാനതകളില്ലാത്ത ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തേണ്ട ഗതികേട് നമുക്കുണ്ടായി എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. ഇതിപ്പോൾ നടത്തേണ്ട ചർച്ചയായിരുന്നോ എന്ന് സംശയമുണ്ട്. പക്ഷെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു, ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ പൊങ്ങി വരുന്ന ഒരു വാക്കാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ചിരുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ പ്രവാചക ദൗത്യത്തോടു കൂടി നാട്ടിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവരെ അംഗീകരിക്കാത്തതിന്റെ, ഉൾക്കൊള്ളാത്തതിന്റെ, അവരെ ചേർത്ത് പിടിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഈ സംസാരങ്ങൾ തുടർക്കഥയായിട്ട് മാറുകയാണ്. ഒരു കാര്യം ഈ ചർച്ചയ്ക്ക് മുമ്പിൽ വെക്കാനായിട്ടുള്ളത്,
ഇടുക്കിയിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരും അതിനോട് കൂടി തന്നെ പ്രത്യേകമാംവിധം ഇടുക്കി രൂപതയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുകയാണ്. ഇങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ ഇടുക്കി രൂപത എടുത്ത നിലപാട് തന്നെയായിരിക്കണം അതിന് കാരണവും. നമുക്കറിയാം, ആദ്യമായിട്ട് ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇത് കർഷക വിരുദ്ധമാണ് എന്ന് പൊതുസമൂഹത്തോട് ആദ്യമേ പറഞ്ഞത് ഇടുക്കി രൂപതയാണ് എന്നതിന്റെ അകത്ത് ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഈ റിപ്പോർട്ടിന്റെ പിന്നിലുണ്ടായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നും പരിസ്ഥിതിയെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ റിപ്പോർട്ടിന്റെ പിന്നിലുണ്ടായിട്ടുള്ള കർഷക വിരുദ്ധ നിലപാട്, കുടിയേറ്റ കർഷകരെ സാവകാശം ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ഇതിനകത്തുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇടുക്കി രൂപത ഒരു ബഹുജന പ്രക്ഷോഭം നടത്തിയത്. ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ നടത്തിയിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിൻ്റെ അകത്തൊന്നും ആർക്കും സംശയമൊന്നുമില്ല. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇതിനകത്തെ പശ്ചിമഘട്ടത്തിലെ കുറേയധികം പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമാണ്. അതും നമ്മൾ അംഗീകരിക്കുന്നു. അതും ആളുകൾക്ക് ജനവാസ മേഖലയല്ലാത്ത, ജീവിക്കാനായിട്ട് സാധ്യതയില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ആ സ്ഥലത്തിൽ നിന്ന് ആളുകൾ മാറി നിൽക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഇതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ഈ പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ്, കർഷകർ കയ്യേറ്റം നടത്തിയത് കൊണ്ടാണ്, അവരിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ്, അവർ വീട് വെച്ചത് കൊണ്ടാണ്, അവർ കപ്പ നട്ടത് കൊണ്ടാണ്, അവർ ചേന നട്ടത് കൊണ്ടാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. അതല്ലല്ലോ പരിസ്ഥിതി ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാരണം. എന്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടുത്തെ വനം വെട്ടിത്തെളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വനം വെട്ടിത്തെളിച്ചപ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ കയ്യേറ്റം നടത്തിയപ്പോൾ, നിർമ്മാണം നടത്തിയപ്പോൾ ഉണ്ടാകുന്നതാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കട്ടെ, പൊതുസമൂഹം വിചാരണ നടത്തട്ടെ. ഇപ്പോൾ വയനാട്ടിൽ നടത്തിയ പ്രകൃതിക്ഷോഭം, പ്രകൃതി ദുരന്തം, അത് എവിടുന്നാണ് പൊട്ടി ഉത്ഭവിച്ചത്? അത് ജനം കയ്യേറിയ സ്ഥലത്തു നിന്നല്ലല്ലോ പൊട്ടി ഉത്ഭവിച്ചത്. അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലമല്ലല്ലോ. അവിടെ കർഷകർ ആരും കയ്യേറി നടന്നാൽ ഒരു കൊടുങ്കാടിനുള്ളിൽ നിന്നല്ലേ ഈ ഉരുള് പൊട്ടി വന്നത്? പെട്ടിമുടിയിൽ, മൂന്നാറ്റിൽ പെട്ടിമുടിയിൽ വലിയ ദുരന്തം ഉണ്ടായത് നമുക്കറിയാം. അത് എവിടുന്നാണ് ഉരുള് പൊട്ടി വന്നത്? ജനവാസ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശം നശിച്ചു പോയെങ്കിലും അതിന്റെ ഉത്ഭവം എവിടുന്നായിരുന്നു? അത് വനഭൂമിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതെങ്ങനെയാണ് ഈ മനുഷ്യരുടെ കയ്യേറ്റം കൊണ്ട്, അവർ കൃഷി ഇറക്കിയത് കൊണ്ട്, നിർമ്മാണം നടത്തിയത് കൊണ്ട് ആയിപ്പോയത് എങ്ങനെയാണ്? അതുകൊണ്ട് ഇതിന് വാസ്തവ വിരുദ്ധമായിട്ടുള്ള പലതും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി ലോല പ്രദേശത്ത് പോലും വലിയ നിർമ്മിതികൾ നടത്തുന്നുണ്ട്. റിസോർട്ട് മാഫിയകൾ ഉൾപ്പെടെയുള്ളവർ, ക്വാറി കമ്പനികൾ ഉൾപ്പെടെയുള്ളവർ നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. അത് നിയന്ത്രിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷേ നമുക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഈ പശ്ചിമഘട്ടത്തിന്റെ പല പ്രദേശങ്ങളിലും ചില പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാകുന്നു. സാധാരണക്കാർ, മനുഷ്യർ വസിക്കുന്ന, സാധാരണക്കാർ, കർഷകർ താമസിക്കുന്ന, അവരുടെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ഇറക്കുന്ന സ്ഥലങ്ങൾ പല മേഖലയും അവിടെ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് മാറുന്നു. ഈ പശ്ചിമഘട്ടത്തിന് പുറമേ നിന്ന് നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ, സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ഈ പശ്ചിമഘട്ടത്തിൽ വന്ന് വലിയ റിസോർട്ടുകൾ, ഒരു പ്രകൃതിക്ക് ഭൂമിക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയ നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രദേശങ്ങൾ വളരെ വിചിത്രമായി പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്ന് വിമുക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? അതിനകത്തെ ഈ പൊരുത്തക്കേട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് കർഷകരുടെ മേൽ ചാരിയിട്ട് ഈ പ്രകൃതി ദുരന്തം മുഴുവൻ കർഷകർ ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഭൂമാഫികളെ, ഇവിടുത്തെ റിസോർട്ട് മാഫികളെ, വൻകിട മുതലാളിമാരെ സംരക്ഷിക്കുന്ന നയം അത് വിലപോകില്ല. അതിന് നിന്നു കൊടുക്കാൻ വേണ്ടി, അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് കർഷകരാരും ഇനിയുള്ള കാലത്ത് നിന്നു കൊടുക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ വയനാട് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഇത്രയും ജനം മരണപ്പെട്ടു പോകുമ്പോൾ, ഇത്രയും ആളുകൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർ ഒറ്റവരും ഉടയവരും, നമുക്കറിയാം ഈ വാർത്താ ചാനലുകളൊക്കെ കാണുമ്പോൾ മനുഷ്യത്വമുള്ള ഏതൊരു വ്യക്തിക്കും വലിയ സങ്കടം ഉണ്ടാകുന്ന വാർത്തകളാണ്. അവരുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരൊക്കെ മണ്ണിനടിയിൽ ആയിപ്പോയിരിക്കുന്നു. അവർ ജീവിച്ചിരിപ്പുണ്ടോ, അവരെവിടെയാണ്, അവരുടെ മൃതശരീരങ്ങൾ പോലും കണ്ടെത്താനായിട്ടാവുന്നില്ല. അത്തരം ദുഃഖകരമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കലാമിറ്റിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള മനസ്സ്, അത് എന്ത് തരം മനുഷ്യത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്ത് തരം
വൈകൃതമാണ്, മാനസിക വൈകൃതമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് മനുഷ്യ നിർമ്മിതമാണ്. അവിടെ കൃഷിപ്പണിയെടുത്ത് നടക്കുന്ന ആളുകൾ, അവിടെ കർഷകരായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവർ സ്വൈര്യജീവിതം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു പ്രദേശം മുഴുവൻ തകർന്നടിഞ്ഞു പോയപ്പോൾ അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് വാചാലരാകുന്നവരുടെ മാനസിക നില നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ, ഇത്തരത്തിലുള്ള ഈ പ്രകൃതി ക്ഷോഭങ്ങൾ, ഈ കർഷകരുടെ അതിന്റെ ഉത്തരവാദിത്തം കർഷകരുടെ തലയിൽ വെക്കുന്ന ഒരു പ്രതിഭാസം, ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, കുറച്ച് നാളുകളായി നാം കണ്ടുവരുന്നു. ഈ മഴ പെയ്യുന്നു, അല്ലെങ്കിൽ മഴ മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരിതങ്ങളുടെ ഉത്തരവാദിത്തം മലയോര മേഖലയിലെ കർഷകരാണ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. നമുക്കറിയാം, ഈ 1924 മഹാപ്രളയം, ഈ 99 പ്രളയം എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന പ്രളയത്തിന്റെ ഒരു 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വയനാടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതിദാരുണമായിട്ടുള്ള ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ ഈ 1924 ആ ഒരു പ്രളയ സമയത്ത്, മൂന്നാറിലെ പഴയ ടൗണൊക്കെ ഒലിച്ചുപോയ ആ ഒരു പ്രളയ സമയത്ത് നമ്മുടെ ഇന്നത്തെ ഈ മലയോര മേഖല ഇന്നത്തെ പോലും ജനനിബിഡമായിരുന്നോ എന്നൊരു മറുചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കർഷക ജനത ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? ഈ പലപ്പോഴും ഈ മാധവ് ഗാഡ്ഗിൽ, മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കർഷക ജനത ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ഒപ്പം തന്നെ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതിൽ തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറ്റകരമായിട്ടുള്ള ഒരു നിശബ്ദത ചിലർ പാലിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന് ഭക്ഷണമാക്കി, അത്തരത്തിലുള്ള പരാമർശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിശബ്ദത പാലിക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ കർഷക ജനതയെ എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ ടാർഗറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഓൾറെഡി ഒരു ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വേനൽക്കാലത്ത് വന്യമൃഗശല്യം, മഴക്കാലത്ത് പ്രകൃതി ദുരിതം, അതിന്മേൽ കുനു എന്ന രീതിയിൽ ഈ കൂട്ടർ പ്രകൃതിക്ഷോഭത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഈ മലയോര കർഷകരിലേക്ക് വെക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കർഷകർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ. ജോർഡി, ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാലിക പ്രസക്തമെന്ന് തോന്നിക്കുന്ന ഒരു ചർച്ച നമ്മുടെ ഷെക്കിനാസ് നടത്തുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴത്തെ ഈ പ്രകൃതി ദുരന്തത്തില് മരിച്ച സഹോദരങ്ങളുടെ ആ വേർപാടിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഞാൻ ഇന്ന് ആ സ്ഥലം കൂടി ഇന്നും സന്ദർശിച്ചിട്ട് വന്നതാണ്, മേപ്പാടി. അപ്പോ വാസ്തവത്തില് ഒരു പ്രദേശം മുഴുവനും ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന, ജീവനുകൾ മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വലിയൊരു ദുരന്തം, സമാനതകളില്ലാത്ത ഒരു ദുരന്തം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അതേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ആളപായം ഒന്നിൽ നിന്നെങ്കിലും വലിയ ഒരു പ്രദേശം മുഴുവനും, 2 ഏക്കറോളം നീളത്തിൽ 100 മീറ്റർ വീതിയിൽ ഒരു പ്രദേശം മുഴുവനും വാഷ് ഔട്ട് ചെയ്തു പോയി. അവിടെ ഉണ്ടായിരുന്ന 200-250 നശിച്ചുപോയി. അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് അവർ 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞവരാണ്. ആദ്യത്തെ ഒരു ഉരുൾപൊട്ടലിൽ തന്നെ, വനത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവിടുന്ന് അവർ മാറി താമസിക്കുകയും അവിടെയുള്ള ഇടവക വൈദികരുടെ ഒക്കെ നേതൃത്വത്തിൽ, യുവജനങ്ങളുടെ നേതൃത്വത്തിലൊക്കെ, ശിവന്റെ നേതൃത്വത്തിലൊക്കെ ജനങ്ങളെ ഒഴിപ്പിച്ചു മാറ്റുകയും ചെയ്തത് കൊണ്ട് ആളപായം ഉണ്ടായില്ലെങ്കിലും ഇന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്ന ഒരു സമൂഹം, അവിടെ 2 ക്യാമ്പുകളിലായി 400-ലധികം ആളുകൾ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാധ്യമ ശ്രദ്ധ ആകർഷിക്കാതെ കിടക്കുന്ന ഒരു മേഖലയാണ്. കാരണം വയനാട്ടിൽ ആളപായം കൂടുതലുള്ളതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പോയി എന്നുള്ളത് സ്വാഭാവികമാണ്. എങ്കിലും ഈ 2 ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എടുത്തിടുന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആ വ്യക്തിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ, ആ പ്രശസ്തനായ സയന്റിസ്റ്റിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ അയച്ചുവിട്ട് നമ്മുടെ മലയോര ജനതയെയും കർഷകരെയും അപമാനിക്കുന്ന വിധത്തിലുള്ള, ദുരന്തത്തിലെ അവരുടെ മുറിവിലേക്ക് മുളകുപൊടി വിതറുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അവിടെ വാസ്തവത്തില് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ മേഘസ്ഫോടനം സംഭവിക്കുന്നത്? ഈ 2 സ്ഥലത്തും ഞാൻ കണ്ടത് ഇത് സംഭവിച്ചിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഫോറസ്റ്റിനുള്ളിലാണ്, ജനവാസ കേന്ദ്രങ്ങളിലല്ല. അതിന്റെ തുടർച്ചയായിട്ട് ആ പ്രദേശത്ത് ഒഴുകി വരുന്ന വലിയ മരങ്ങളിലും ആ ഫോറസ്റ്റിലെ മണ്ണ് മുഴുവനും കൂടെ വന്ന് ഈ പ്രദേശങ്ങളെ തൂത്തുവാരി ഒന്നുമല്ലാണ്ടാക്കി 5-8 മീറ്റർ മാത്രം വീതിയുള്ള കൊച്ചു പുഴകള് ഇന്ന് 100 മീറ്ററും അല്ലെങ്കിൽ 300 മീറ്ററും ഒക്കെ നീളത്തിലുള്ള പ്രദേശങ്ങളായി മാറിപ്പോകുമ്പോ അതിന്റെയൊക്കെ പഴി കേൾക്കാൻ വിധിക്കപ്പെട്ടവര് ഈ മരിച്ചവരും കർഷകരുമാണ് എന്ന് വരുന്നത് എത്രയോ വലിയ ഒരു ക്രൂര വിനോദമാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്
ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത്. ഈ ആഗോള താപനത്തെ തുടർന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ലോകമെമ്പാടും നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം. ആഫ്രിക്കയിലായാല്, ന്യൂസിലൻഡിലായാലും, സൗത്ത് ആഫ്രിക്കയിലായാലും, സൗത്ത് അമേരിക്കയിലായാലും, ഏഷ്യയിലായാലും, അതുപോലെ നമുക്ക് അറിയാവുന്ന ഓസ്ട്രേലിയയിലായാലും, ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ പടിപടിയായിട്ട് അരങ്ങേറുകയാണ്. അത് വരുന്ന ഉരുൾപൊട്ടലാകാം, മേഘസ്ഫോടനമാകാം, സുനാമിയാകാം, കാട്ടുതീയാകാം, കൊടുങ്കാറ്റുകളാവാം, ചുഴലിക്കാറ്റുകളാവാം, കടൽക്ഷോഭത്തിന്റെ രൂപത്തിലാവാം, ഇത്തരം വലിയ അതിതീവ്ര ശക്തമായ മഴയാവാം. ഇതൊക്കെ കാരണമാകും. ഈ മഴയുടെ കാരണം തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായി സീ സർഫസ് ടെമ്പറേച്ചർ അഥവാ കടലിന്റെ ഉപരിതലം ചൂടുപിടിക്കുകയാണ്. 1/2 ഡിഗ്രിയോ 1 ഡിഗ്രിയോ ചൂട് കടലിന്റെ ഉപരിതലത്തിൽ മാത്രം വർദ്ധിക്കുമ്പോൾ ബാഷ്പീകരണം വർദ്ധിക്കുകയാണ്. ബാഷ്പീകരണം വർദ്ധിക്കുമ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന വേപ്പേഴ്സ് വഴി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൗഡ്സ് ഫോർമേഷൻ കൂടുകയാണ്. അങ്ങനെ വലിയ ക്ലൗഡ് ഫോർമേഷൻ രൂപപ്പെടുമ്പോൾ ആ ക്ലൗഡ്സ് ഫോർമേഷനെ തെക്ക് പടിഞ്ഞാറൻ വാണിജ്യക്കാറ്റുകൾ പ്രത്യേകിച്ചും നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ക്ലൗഡ്സ് ആ വെസ്റ്റേൺ ഗട്ട് എന്ന് പറഞ്ഞ മതിലിൽ തട്ടി മുകളിലേക്ക് ഉയർന്ന് വലിയ മഴയായി പെയ്തിറങ്ങുകയാണ്. ആ മഴയുടെ പ്രത്യേകത എന്താണ്? ഒരു മണിക്കൂറിൽ 50 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ഒക്കെ മഴയുടെ അളവ് വരത്തക്ക വിധത്തിലുള്ള അതിതീവ്ര മഴയാണ്. ഈ അതിതീവ്ര മഴ 1/2 ഇഞ്ചിന്റെ ഓസിൽ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ വെള്ളം നനയ്ക്കുന്നതും 10 ഇഞ്ചിന്റെ വലിപ്പമുള്ള ഒരു ഓസിലൂടെ ആ ചെടി നനയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതിതീവ്ര മഴയുടെ ഭാഗമായി മേഘസ്ഫോടനങ്ങൾ നടക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലുള്ള ഈ വലിയ അതിതീവ്ര മഴ വഴിയായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ അതിതീവ്ര മഴ കാരണമായി ഫോറസ്റ്റ് വിളിച്ചു പോവുകയാണ്. അപ്പൊ ഇതിന്റെ കാരണം എവിടെയാണ്? ഗ്ലോബൽ വാർമിംഗ് ഇതിന് കാരണമായിട്ട് പറയാം. അതുവഴി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, സീ സർഫസ് ടെമ്പറേച്ചറിന്റെ മാറ്റങ്ങൾ, ഇതൊക്കെ ശാസ്ത്രീയമായി നമ്മൾ അപഗ്രഥിച്ചതാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ കാലാവസ്ഥാ ഏജൻസി, നാഷണൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ ഏജൻസിയൊക്കെ ഈ 140 വർഷത്തെ ഏറ്റവും ചൂട് കൂടിയ മാസമായിട്ടാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തെ കാണുന്നത്. ഏറ്റവും ചൂട് കൂടിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാഷ്പീകരണം കൂടുന്നു, ശക്തമായ മഴ ഉണ്ടാവുന്നു. അത് അതിതീവ്രമായി പെയ്യുമ്പോൾ അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യർ കൊലയപ്പെടുന്നു, പ്രകൃതി ദുരന്തം മൂലം കൊലയപ്പെടുന്നു. എന്നിട്ട് അവരെ ഇതുപോലെ വേട്ടയാടും, അങ്ങനെ രസിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ മനസാക്ഷിയുടെ വൈകൃതങ്ങൾ മനസ്സിലാക്കേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചത് 1924 ഫ്ലഡ്, 1341 എന്റെ ഓർമ്മ ഉണ്ടായ ഫ്ലഡ്. അന്ന് വൈപ്പിൻ കൊണ്ടുവയ്ക്കുകയും കൊടുങ്ങല്ലൂരിനെ അല്ലെങ്കിൽ മുസറീസിനെ തുടച്ചു മാറ്റുകയും ചെയ്ത കടലാക്രമണങ്ങൾ, ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ആൾതാമസം ഉണ്ടായിട്ടല്ല. പക്ഷെ ആളുകൾ വർദ്ധിച്ചപ്പോഴേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മലനാട്ടിലാണ് ആദ്യം ജനവാസം തുടങ്ങിയത്. അതിനുശേഷമാണ് തീരപ്രദേശത്തോ അല്ലെങ്കിൽ ഇടനാട്ടിലൊക്കെ ആളുകൾ താമസം ഉണ്ടായത്. അവിടെ എല്ലാം ഫോറസ്റ്റ് ആയിരുന്നു. ആ ഫോറസ്റ്റുകളെല്ലാം കേരളത്തിന്റെ 14 ജില്ലകളിലും ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടി വെള്ളിപ്പിച്ചത് ജനവാസ കേന്ദ്രങ്ങളാക്കി മാറുകയും എന്നിട്ട് ഈ ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന മനുഷ്യരാണ് ഇതിനെല്ലാം ഉത്തരവാദികളെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിനെ ശക്തമായി അപലപിക്കേണ്ട കാര്യം PT തോമസിന്റെ പേരെടുത്ത് പറഞ്ഞ് കാണുന്നുണ്ട് പലപ്പോഴും. പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിൽ കേരളത്തിലെ MP-മാരെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്ന് സമരം ചെയ്തപ്പോൾ ആ സമരത്തിന്റെ മുൻനിര പോരാളിയായിരുന്നു PT തോമസ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് എന്തുകൊണ്ടാണ് മാറുന്നത്, അറിയുന്നത് എന്നത് നമ്മുടെ ചിന്തനീയമാണ്. ഇതൊരു വലിയ റാക്കറ്റാണ്, ഇതൊരു വലിയ മാഫിയയാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. വിദേശ ഫണ്ടുകളും കാർബൺ ഫണ്ടുകളും ഇതിലേക്ക് കൊണ്ടുവച്ച് സമാഹരിക്കാൻ പറ്റുന്ന അശോക ട്രസ്റ്റ് പോലെയുള്ള നമ്മളുടെ സംവിധാനങ്ങള്, NGOs, നിരവധി പരിസ്ഥിതിവാദികളും പരിസ്ഥിതി സംഘടനകളും, അതോട് ചേർന്ന് കോറി മണൽ മാഫിയ സംഘങ്ങൾ, അതോട് ചേർന്ന് ടൂറിസത്തിന്റെ മറവിൽ ഈ പ്രദേശങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ റിസോർട്ടുകൾ ധാരാളമായി പണിത് അതിന്റെ ഘടനയെ മാറ്റിമറിക്കുന്നത്. ഇവരൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമായ വിധത്തിലുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് ഈ കർഷകനെ ബലിയാടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ? ശരിക്കും അന്വേഷണ വിധേയമാക്കേണ്ട ഒരു സത്യമാണ് ഇത്. ഞാനിത് പറയുമ്പോൾ മലബാറില് കക്കാടംപൊയിൽ എന്ന് പറയുന്ന പ്രദേശം, ആ കക്കാടംപൊയിൽ പ്രദേശം എന്ന് പറയുന്നത് മലബാറിലെ ഊട്ടി എന്ന് പറയാം. സമുദ്രത്തിൽ ഉയർന്നു കിടക്കുന്നതാണ്, നല്ല കാലാവസ്ഥയാണ്. ഉയരം കൂടുന്തോറും കാലാവസ്ഥ തണുപ്പുള്ളതാവും. ആ തണുപ്പുള്ള കാലാവസ്ഥയിലേക്ക് ടൂറിസ്റ്റുകൾ ആകർഷിക്കപ്പെടും. അവിടെ റിസോർട്ടുകള് ഈ പാവപ്പെട്ട കർഷകരെ അവിടുന്ന് വന്യമൃഗത്തിന്റെ പേര് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് ചെറിയ തോതിൽ അവരുടെ സ്ഥലം വാങ്ങി റിസോർട്ട് മാഫിയകൾ റിസോർട്ടുകൾ പടുത്തുയർത്തുന്നു.
325ഓളം റിസോർട്ടുകളുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഒരു കൊച്ചു സ്ഥലത്ത്. ഓക്കെ ഓക്കെ റിസോർട്ടുകളാണ് ഇത് പറഞ്ഞത്, കിഴക്കാന്തോക്കായ പ്രദേശങ്ങളിൽ റിസോർട്ടുകളാണ്. എന്നിട്ട് കുറ്റമാർക്കാണ് കർഷകർ. കോറി മാഫിയകൾ എവിടെയാണ് കോറി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്? കേരളത്തിലെ 123 വില്ലേജുകളെ ബലി കൊടുത്തുകൊണ്ട് കേരളത്തിലെ 1000ഓളം പഞ്ചായത്തുകളെ അല്ലെ കേരളത്തിന്റെ മുഴുവൻ ഭൂപ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാമെന്നുള്ള കസ്തൂരംഗൻ റിപ്പോർട്ടിനെയാണ് നമ്മൾ എതിർത്തത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തത് ജനങ്ങളെക്കാൾ ഉപരി സർക്കാർ സ്ഥാപനങ്ങളാണ്. ഇവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജെയിംസ് വർഗീസ് സാർ എന്ന എൻവയോൺമെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെ കിടപ്പുണ്ട്. ഇവിടെ 20-അധികം പരിസ്ഥിതി നിയമങ്ങളുണ്ട്, വന്യജീവി സംരക്ഷണ നിയമങ്ങളുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിന്റെയോ ഒരു ശുപാർശയുടെയോ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന്റെ റിപ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. കേന്ദ്രത്തിലെ എല്ലാ മിനിസ്ട്രികളും, ഇൻഡസ്ട്രി മിനിസ്ട്രിയും പ്ലാന്റേഷൻ മിനിസ്ട്രിയും അഗ്രികൾച്ചർ മിനിസ്ട്രിയും ഒക്കെ ഇത് എതിർത്തതാണ്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയില്, ഗാഡ്ഗിൽ കമ്മിറ്റിയില് ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റലിസ്റ്റോ അതിലില്ല. കുറച്ച് ഫോറസ്റ്റ് എക്കോളജിസ്റ്റുകൾ മാത്രം ചേർന്ന് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു ഐക്കണിനെ, അന്താരാഷ്ട്ര അംഗീകരിക്കപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് അദ്ദേഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു എന്താ പറയാ ജനദ്രോഹപരമായിട്ടൊരു പ്രവർത്തനമായിരുന്നു അത്. ഗാഡ്ഗിൽ തന്നെ എന്താ പറഞ്ഞ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പം ഇതിന്റെ പഠനം പൂർണ്ണമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല സമയപരിധി മൂലം. അതുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള ഗ്രാമസഭകളിൽ ഇത് ചർച്ച ചെയ്ത് അത് കൃത്യമായ അവരുടെ കൂടെ സഹകരണത്തോടു കൂടി വേണം ഈ റിപ്പോർട്ടിനെ കുറിച്ച് നടപ്പിലാക്കുന്നതിനെ കുറിച്ചും അത് ഇംപ്ലിമെന്റ് ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് ഒന്ന് വെളിച്ചം കാണാനായിട്ട് നമ്മൾ ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കേണ്ടി വന്നു. അതിനു മുമ്പേ ആ റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് യുനെസ്കോയ്ക്ക് IUCN സബ്മിറ്റ് ചെയ്തുകൊണ്ട് ലോക പൈതൃക പദവിക്ക് വേണ്ടി ശ്രമിച്ചു. ഇതിനെയൊക്കെയാണ് നമ്മൾ എതിർത്തത്. ഒപ്പം തന്നെ അതിനകത്ത് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനകത്ത് പറഞ്ഞൊരു പോയിന്റ്, ഈ പാരിസ്ഥിതികമായി അതീവ പ്രാധാന്യമുള്ള മേഖലകളിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ജനവാസവും അനുവദിക്കരുത്. ആ ഒരു പോയിന്റ് തന്നെ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു കുടിയിറക്കിലേക്ക് മലയോര ജനതയെ തള്ളിവിടാൻ പര്യാപ്തമല്ലേ ഈ ഗാഡ്ഗിലിന്റെയൊക്കെ ഈ പറയുന്ന പരാമർശവും ഈ പറയുന്ന ശുപാർശയൊക്കെ? അല്ല, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും നിർമ്മിതികൾക്ക് നിയന്ത്രണം വേണം എന്നുള്ളത് പ്രകൃതി സ്നേഹം തന്നെയായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഒരു എൻവയോൺമെന്റൽ ഇക്കോളജിക്കലി ഫ്രജൈൽ ആൻഡ് EFL ആക്ട് ഉണ്ട്. അത് കേരളത്തിൽ മാത്രമുള്ള ആക്ട് ആണ്. ഈ EFL ആക്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. രണ്ടു വിധത്തിൽ പിടിച്ചെടുക്കാം. ഒന്ന്, അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട്, രണ്ടാമത് അവർക്കൊരു കോമ്പൻസേഷൻ കൊടുക്കാതെ അവരെ മാറ്റി പ്രാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 40,000-ഓളം വ്യക്തികൾ, ഹെക്ടർ ഭൂമികൾ, 10,000-ഓളം കുടുംബങ്ങൾ ഇതുവഴി വഴിയാധാരമായിട്ടുണ്ട്. ഒറ്റ ആൾക്ക് പോലും ഒരു പൈസ പോലും കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ആദിവാസികൾ അടക്കമുണ്ട്. അപ്പൊ പരിസ്ഥിതി നിയമങ്ങളുടെ പേരിൽ ജനങ്ങളെ ക്രൂശിക്കുകയാണ്. 1990-92 കാലഘട്ടത്തില് റയോ ഡിക്ലറേഷൻ കൃത്യമായി പറയുന്നുണ്ട്, അതായത് എല്ലാ സുസ്ഥിര വികസനത്തിന്റെയും കേന്ദ്ര സ്ഥാനത്ത് മനുഷ്യനായിരിക്കണമെന്ന്. എല്ലാ സുസ്ഥിര വികസനത്തിന്റെയും കേന്ദ്ര സ്ഥാനത്ത് മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ ആ ഡിക്ലറേഷന്റെ. അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ പാവപ്പെട്ട കർഷകരെ എല്ലാം നമ്മള് മുൾമുനയിൽ നിർത്തി അവരെല്ലാം വലിയ കുറ്റക്കാരായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് അവര് മൂലമാണ് പശ്ചിമഘട്ടം നശിക്കുന്നതെന്ന് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ജോർഡി. അതായത് പശ്ചിമഘട്ടം മഴ പെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ്? നമുക്കറിയാവുന്ന പോലെ വാണിജ്യക്കാറ്റുകളായിട്ടുള്ള ഈ തെക്ക് പടിഞ്ഞാറൻ വാണിജ്യക്കാറ്റുകള് ഈ മഴമേഘങ്ങളെ സൗത്ത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ഭൂമധ്യരേഖ പ്രവേശിക്കുമ്പോൾ അറേബ്യൻ കടലിൽ പ്രവേശിക്കുമ്പോൾ അറേബ്യൻ കടലിൽ നിന്ന് അത് വടക്കോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് തിരിയും. കോറിയോലിസ് ഫോഴ്സ് കാരണം അത് വലത്തോട്ട് തിരിഞ്ഞ് ഇന്ത്യയുടെ കോണ്ടിനെന്റിന്റെ ഭാഗത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ അത് പാകിസ്ഥാൻ ഇവിടെ പോകേണ്ടതാണ്, ആഫ്രിക്കയിൽ പോകേണ്ടതാണ്. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തേക്ക് അത് വരുമ്പോ അവിടെ ഒരു വലിയ മതിൽ ഉയർന്നു നിൽക്കുകയാണ്. ആ മതിലാണ് ഈ വെസ്റ്റേൺ ഘട്ട്. ആ മതിൽ തട്ടിയാണ് ഈ ക്ലൗഡ്സ് മുകളിലേക്ക് ഉയർന്ന് കണ്ടൻസേഷൻ നടത്തി, പ്രസിപ്പിറ്റേഷൻ നടത്തി മഴയായിത്തീരുന്നത്. അവിടെ വെസ്റ്റേൺ ഘട്ടിന്റെ സ്ഥാനത്ത് ഒരു മതിൽ നിങ്ങൾ ഉയർത്തി നിർത്തിയാലും ഈ മഴ ഇവിടെ സാധ്യമാകും. അതേസമയത്ത് ആ പെയ്യുന്ന മഴവെള്ളത്തെ അവിടെ പിടിച്ചു നിർത്താനും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും തീർച്ചയായിട്ടും ഈ മതിലിന് സാധിക്കില്ല. അത് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ വൃക്ഷങ്ങൾക്ക് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഫലമൂലങ്ങൾക്ക് സാധിക്കുള്ളൂ. കേരളത്തിലെ വനാവൃതി എത്രയാണ് നമ്മൾ നോക്കുക? 54% ഉണ്ട് കേരളത്തിന്റെ ഈ വനാവൃതിയായി കിടക്കുന്നത്. അതേസമയം അതെ, അത് കൂടിക്കൊണ്ടിരിക്കുക. 30% ഇവിടുത്തെ ഫോറസ്റ്റ്, അല്ലെങ്കിൽ 29% മേലെയാണ്. അത് നാഷണൽ ആവറേജിനെ അപേക്ഷിച്ച് 10% കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തെയാണ് ഇതിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഏകദേശം 97 ലക്ഷം ഹെക്ടർ ഭൂമി ഉള്ളതില് ഏകദേശം അതിന്റെ 2/3 ഭാഗവും ഈ പറയുന്ന ഫോറസ്റ്റും
ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമികളിലും ഡാമുകളും റോഡുകളും റെയിൽവേ പാലങ്ങളും ഒക്കെ ആയി തീർന്നു പോയിരിക്കുകയാണ്. ബാക്കി 1/3 ഭാഗമാണ് ജനവാസ കേന്ദ്രങ്ങൾ, ഈ 3.5 കോടി ജനങ്ങൾ വസിക്കുന്നത്. ആ 1/3 ഭാഗത്താണ് ഈ പറയുന്ന ഞെരുക്കങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ കർഷകരെ പെനലൈസ് ചെയ്തുകൊണ്ട് അവരാണ് ഇതിനെല്ലാം ഉത്തരവാദികളെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കാം. അത് വളരെ ക്രൂരതയാണെന്ന് പറയാം. തീർച്ചയായും വളരെ വ്യക്തമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ശ്രീ ജോഷു, അങ്ങ് നല്ലൊരു കർഷകനാണ്. പ്രത്യേകിച്ച് ഇത്തരം പ്രകൃതി ദുരിതങ്ങൾ നമുക്ക് ഏവർക്കും വലിയൊരു വേദന തന്നെയാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. ആ വേദനയ്ക്കിടയിലും ഒരു കർഷകൻ എന്ന നിലയിൽ ഇത്തരം പ്രകൃതി ദുരിതങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദി കർഷക ജനതയാണ്, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷക ജനതയാണ് എന്ന് ഒരു കൂട്ടർ ആരോപിക്കുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിന് എത്രമാത്രം ഒരു വേദനയുണ്ട്. അതായത് ഇപ്പോൾ ചാക്കോ സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരിതങ്ങൾ ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. 2024 എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്ലഡ് ഇയർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. വിവിധ മേഖലകളിൽ ഈ പറയുന്ന ഈ വനപ്രദേശമൊന്നും ഇല്ലാത്ത ഈ ഗൾഫ് നാടുകളിൽ പോലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഈ ആഗോള താപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇത്തരം പ്രതിഭാസത്തിന്റെ ഒക്കെ ഒരു ഉത്തരവാദിത്തം കർഷകരാണ് എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ എത്രത്തോളം ഒരു വേദന അങ്ങേക്കുണ്ട് ശ്രീ ജോഷു? ഈ മലയാളികളായ മനോരോഗികളുടെ ക്രൂരതയ്ക്ക് ഒരു കണക്കില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങള് പാവപ്പെട്ട കർഷകര് വളരെ വിഹ്വലതയിലാണ്, ഭയാശങ്കയിലാണ്. കാരണം മഴ ഇപ്പൊ 4 ദിവസമായിട്ട് ഈ വടക്കൻ കേരളത്തിൽ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഏത് ദുരന്തമാണ് ഞങ്ങളെ തേടി വരിക എന്നുള്ള ഭയത്തിലും വിഹ്വലതയിലുമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് വരെ മഴ നനഞ്ഞ് എന്റെ പണിയെടുത്തിട്ടാണ് വരുന്നത്. മഴയുണ്ടെന്നും കരുതി പശുവിന് തീറ്റ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല, ഞങ്ങളുടെ കാർഷിക പണികൾ എടുക്കാതിരിക്കാൻ പറ്റിയല്ല. കാരണം ഞാൻ ഒരാഴ്ച പോയി നോക്കിയില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ കൃഷി തന്നെ നശിച്ചു പോയി. ഈ വർഷത്തെ എന്റെ ജീവിതം പട്ടിണിയായിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും പണി എടുത്തേ മതിയാവുള്ളൂ. ഞങ്ങൾ ജനിച്ച ഭൂമിയിൽ, ഞങ്ങൾ വളർന്ന ഭൂമിയിൽ, ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന, ഞങ്ങളെ ആക്ഷേപിക്കുന്ന, പണ്ട് ഒരു ബ്രാഹ്മണന് ആടിനെ ചുമന്നുകൊണ്ട് പോയപ്പോൾ പട്ടിയാണെന്ന് 4 പേര് പറഞ്ഞപ്പോൾ അയാൾ ഇത് പട്ടിയാണെന്ന് വിചാരിച്ചതിനെ ഇറക്കി വിട്ടു എന്ന് വിചാരിക്കുന്നത് പോലെ ഇവർക്കൊക്കെ അന്നം കൊടുക്കുന്ന ഈ നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരെ ഇവിടുത്തെ നാശങ്ങളായിട്ട് അല്ലെങ്കിൽ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുന്ന ഇവരുടെ മാനസിക വൈകല്യം എത്ര വലുതാണെന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇറച്ചി മീനൊക്കെ കൂട്ടുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ പറഞ്ഞു 10 സെന്റ് സ്ഥലത്തെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ചേമ്പ്, ചേന, കപ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു പോകാം. വെറും 10 സെന്റ് സ്ഥലം മതി. നേരെ മറിച്ച് ഞാൻ മാംസാഹാരി ആണെങ്കിൽ 10 ഏക്കർ സ്ഥലത്ത് വളരുന്ന ആട്, കോഴി, മാന, പോത്ത് എല്ലാം കൂടെ തിന്നാലും എന്റെ തികയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പരിമിതമായിട്ട് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ പരമാവധി സസ്യാഹാരം കഴിക്കുക. ഞാൻ അന്ന് മുതൽ മാംസാഹാരം ഉപേക്ഷിച്ചവനാണ്. ഞാനെന്നല്ല, ഈ മലയോരത്ത് താമസിക്കുന്ന ഓരോ കർഷകനും പ്രകൃതിയെ പരമാവധി സംരക്ഷിച്ച് ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിക്കുന്നവനാണ്. ഞങ്ങളെ കുറ്റം പറയുന്ന ഈ പ്രകൃതി സ്നേഹികൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയും പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോതമ്പും നിന്നിട്ട് അതിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും പൈസയും ട്രാൻസ്പോർട്ട് ചാർജും മുടക്കി വെച്ച് അത് കഴിച്ച് എയർ കണ്ടീഷനിൽ ഇരുന്ന് ഞങ്ങളെ ചീത്ത പറയുമ്പോൾ ഞങ്ങൾ കൃഷിക്കാർ ഞങ്ങളുടെ കൃഷിയിടത്തിൽ വിളഞ്ഞ ചക്കയും ചക്കക്കുരുവും കപ്പയും ചേനയും ചേമ്പും കാച്ചിലും കഴിച്ചിട്ടിരുന്നിട്ടാണ് നിങ്ങളുടെ ഈ ആക്രോശങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ ആഗോള താപനം ഉണ്ടാക്കുന്നത് ഈ സഖ്യപർവ്വതത്തിൽ താമസിക്കുന്ന ഒരു കൃഷിക്കാരനുമല്ല. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഏകദേശം 100% ഹരിത ആവരണമുള്ളതാണ്, ട്രീ കവറേജ് ഉള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയിടത്തിൽ വന്ന് നോക്കുക, തരിശായിട്ടും തെളിച്ചു വിട്ടിരിക്കുന്ന ഒരു സ്ഥലവുമില്ല. എന്റെയൊക്കെ വീടിന് മുകളിൽ വരെയും മരങ്ങളുണ്ട്, തെങ്ങും മറ്റു മരങ്ങളും ഉണ്ട്. ഞങ്ങളുടെ മിറ്റമൊക്കെ മരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പരിസ്ഥിതിക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്ക് അവർക്ക് എയറോപ്ലെയിനില് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന 300 പേരൊക്കെ ഇടുന്ന വലിയ ഒരു വിമാനത്തില് ഒരേ സമയം 1,20,000 ലിറ്റർ പെട്രോളാണ് നിറയ്ക്കുന്നത്. ഏറ്റവും ചെറിയ വിമാനത്തെ വരെ 20,000 ലിറ്റർ വേണം. ട്രെയിനിന് ഡീസൽ അടിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിന് കറണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് ടണ്ണ് കൽക്കരിയാണ് ഈ രാജ്യത്ത് കത്തിക്കുന്നത്. ഇതൊന്നും ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകരല്ല. എന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഈ കാലാവസ്ഥ വ്യതിയാനം ഞങ്ങളുടെ തലയ്ക്കുണ്ടാക്കി വെച്ച് ഞങ്ങൾ ജനിച്ച ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ മേലെന്നാക്കി ഞങ്ങളിൽപ്പെട്ട ഞങ്ങളെ പോലെ തന്നെ ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ മണ്ണിൽ പണിയെടുത്ത പാവപ്പെട്ട മനുഷ്യരെ മണ്ണിനടിയിലും മരവിച്ച് കിടക്കുമ്പോൾ അതിന്റെ കണ്ണുനീരോടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട കൃഷിക്കാരെ ഫലിക്കണമെങ്കിൽ, നുണ പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങളുടെ ആത്മാവിനെ കൂടുതൽ ആഴത്തിൽ മുറിവേൽപ്പിക്കണമെങ്കിൽ
ദുഷ്ട മനസ്ഥിതി ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ സാധാരണഗതിയിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ പച്ചവെള്ളം കുടിച്ച് കയറി കിടക്കുമല്ലോ, വല്ല പച്ചമരുന്നും കഴിക്കും. ഈ കപട പരിതസ്ഥിതി പ്രകൃതിവാദികൾ എന്തുകൊണ്ടാണ് അവർക്കൊരു അസുഖം വരുമ്പം രാസചികിത്സയ്ക്ക് പോകും? എന്നിട്ട് ഞങ്ങൾ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ഞങ്ങളോട് ജൈവ കൃഷി ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവനവന്റെ ശരീരത്തിൽ അസുഖം വന്നാൽ രാസകൃഷി, ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾക്ക് ജൈവ കൃഷി ഉപദേശിച്ച് തരുന്നവരോട് ഞാൻ പറയും, നാളെ മുതൽ നിങ്ങൾ പ്രകൃതി ചികിത്സ ചെയ്യുക, എന്നിട്ട് ഞങ്ങളെ വന്ന് ഉപദേശിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഏറ്റവും പരിമിതമായ ജീവിത സാഹചര്യങ്ങളില്, ഏറ്റവും ദരിദ്രമായ മേഖലകളില്, ഈ കേരളത്തിലെ ഒരു വിലയ്ക്കും ആർക്കും വേണ്ടാത്ത, ആന ഇറങ്ങുന്ന, കടുവ ഇറങ്ങുന്ന, പുലി വരുന്ന, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ലാത്ത അല്ലെ വരികയില്ലാത്ത സ്ഥലങ്ങളില് ഞങ്ങൾ ജീവിച്ചു പോയിക്കൊള്ളട്ടെ. ഞങ്ങളെ ചീത്ത പറയരുത്, ഫലസിക്കരുത്, ആക്ഷേപിക്കരുത്. അതും ഞങ്ങൾ തന്ന ഭക്ഷണം തിന്നതിന് ശേഷം. ഇത്ര മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഒപ്പം ശ്രീ ജോഷുവ, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡബിൾ അറ്റാക്കാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷക ജനതയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഈ വേനൽക്കാലത്തൊക്കെ നമുക്കറിയാം, ആന, കടുവ, അതിൻ്റെയൊക്കെ ഒരു ആക്രമണം, വരൾച്ച പോലുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു. ഈ മഴക്കാലത്തെത്തുമ്പോൾ ഈ പറയുന്നത് പോലെ പ്രകൃതി ദുരിതങ്ങൾ, ഈ അപ്രതീക്ഷിതമായിട്ട് പെയ്യുന്ന മഴ നമ്മുടെ കാർഷിക വിളകൾക്ക് സൃഷ്ടിക്കുന്ന നാശം, അപ്പോൾ ഒരു തരത്തിലും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മലയോര മേഖലയിലെ കർഷക ജനത പോകുമ്പോൾ ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു സമീപനം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഒരു നിസ്സംഗത മനോഭാവം, ഇത്തരം വിഷയങ്ങൾ, ഞാൻ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, ഈ വന്യമൃഗശല്യം ആയിക്കോട്ടെ, പ്രകൃതിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു നിസ്സംഗത എത്രത്തോളമുണ്ട് ശ്രീ ജോഷ? പരിപൂർണ നിസ്സംഗതയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ MLA മുതൽ MP വരെ എല്ലാവരെയും സമീപിച്ചതാണ്. ഞാൻ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങളുടെ MLA ആയിരുന്ന അന്ന് റവന്യൂ മന്ത്രി ആയിരുന്ന K. ചന്ദ്രശേഖരനെ പോയി കണ്ടു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്ന മറുപടി ഇതാണ്: ക്വാറി മാഫിയയ്ക്ക് അനുകൂലം നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു, സാറേ, ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ആരും കല്ല് പൊട്ടിച്ചെടുക്കുന്നവരെ, ഈ കേരളത്തിൽ ഖനനം ചെയ്യുന്ന ഒരു കല്ലും മേടിക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിൽ ഇല്ല. 6 രൂപ അല്ലെങ്കിൽ പരമാവധി 8 രൂപ ഒരു കുബിക്കടി കരിങ്കല്ലിന് ചെലവാകുമ്പോൾ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന എംസാൻഡിനൊക്കെ ചെലവാകുമ്പോൾ അത് 86 രൂപയ്ക്ക് മേടിക്കേണ്ടി വരുന്നവരാണ് ഞങ്ങൾക്ക്. പക്ഷേ അത് മേടിക്കാനുള്ള സാമ്പത്തികമില്ല. ഞങ്ങളുടെ വീടുകൾ ഒരു 500 സ്ക്വയർ ഫീറ്റിനും 1000 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കുള്ള ചെറിയ വീടുകളാണ്. മിക്കവാറും കോൺക്രീറ്റ് ചെയ്തതാണ്. പക്ഷെ അതിന് അത്രയേ കരിങ്കല്ല് വേണ്ടു. ഞങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. ഞാനൊരു നിർദ്ദേശം അങ്ങയുടെ പക്കൽ വെക്കുകയാണ്. കേരളത്തിൽ ഇനി ഒരു സ്വകാര്യ വ്യക്തിയും ഒരു ഖനനവും നടത്തണ്ട. സർക്കാർ മാത്രം ഖനനങ്ങൾ നടത്തിയാൽ മതി. അത് 14 ജില്ലകളിലും ഒരു 500 ഏക്കറോ 1000 ഏക്കറോ സ്ഥലം, ആർക്കും ഉപദ്രവമില്ലാത്ത, സഹ്യപർവ്വതം തുളയ്ക്കേണ്ടാത്ത ഒരു കുന്ന് പോലെയുള്ള പ്രദേശത്ത് അത് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തി അവിടെ മതിൽ കെട്ടി അല്ലെങ്കിൽ മുള്ളുവേലി കെട്ടി സംരക്ഷിക്കുക. അതിനകത്ത് ആർക്കും വന്ന് ഖനനം ചെയ്യാം, അവിടെ ക്രഷറുകൾ സ്ഥാപിക്കാം, പുറത്തേക്ക് കൊണ്ടുപോകാം. അവിടെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഗേറ്റിങ്കിൽ കണ്ണ് തൂക്കിയിട്ട് ടോൾ പിരിച്ചാൽ മാത്രം മതി. ഇതിന്റെ 60% സർക്കാരാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഞാൻ അന്നത്തെ റവന്യൂ മന്ത്രിയോട് പറഞ്ഞു, ഇനി സർക്കാരിന് മറ്റ് ടാക്സുകൾ പിരിക്കേണ്ടി വരികയില്ല. ഈ ക്വാറി മാഫിയ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നവര് ഈ ക്വാറി മാഫിയക്കാര് തന്നെയും അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ്. ഈ പരിതസ്ഥിതിവാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ പരിതസ്ഥിതിവാദികൾ ഈ ക്വാറി മാഫിയയുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് അവരുടെ ആജ്ഞാനുസരണമാണ് ശബ്ദിക്കുന്നത്, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ കുരയ്ക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഭരണകർത്താക്കളുടെ നിസ്സംഗത, ഈ ക്വാറി മണല് അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മറ്റ് സാമ്പത്തിക മാഫിയകളുടെ ഉച്ഛിഷ്ടം പറ്റി ജീവിക്കുന്ന കുറെ പരിതസ്ഥിതിവാദികള്, മാധ്യമ പ്രവർത്തകര്, ഭരണകർത്താക്കള്, ഇവരുടെ നിസ്സംഗത. അപ്പൊ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, അപ്പോൾ ഒന്നും തിരിച്ചു പറയില്ലാത്ത, ആരും സംരക്ഷിക്കാനില്ലാത്ത പാവപ്പെട്ട മലയോര കർഷകന്റെ മേക്കിട്ട് അങ്ങോട്ട് കുതിര കയറിയേക്കാം എന്ന് വിചാരിച്ചു. ഇടുക്കി രൂപത പ്രതിരോധിച്ചപ്പോൾ അവര് കുറ്റക്കാരായി. പണ്ട് തോട്ടം തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ അവർക്ക് ആരുമില്ലാത്തപ്പം സ്ത്രീകൾ ഒന്നിച്ചുകൂടി പെമ്പിളൈ ഒരുമയുണ്ടാക്കി. ഉടനെ പെമ്പിളൈ ഒരുമക്കാരെല്ലാം ആഭാസകരായി. അങ്ങനെ ആര് കർഷകരെ സംരക്ഷിക്കാൻ വരുന്നോ അവരെ എല്ലാം മോശക്കാരായി, രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് ഭരണകർത്താക്കളുടെ നിസ്സംഗതയുണ്ട്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവന് വേണ്ടിയിട്ട് ജീവിതത്തിന് വേണ്ടിയിട്ട്
സമരം ചെയ്തപ്പോൾ അവർ രാഷ്ട്രവിരുദ്ധരായി, വികസന വിരുദ്ധരായി. ഞങ്ങൾ ഇനിയിപ്പോ ഇതിങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വേഗം വികസന വിരുദ്ധരാകും, സമരം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പ്രകൃതി വിരുദ്ധരാകും. ഇതാണ് സത്യം. ഓക്കെ, യെസ്. നമ്മുടെ ചർച്ചയുടെ അവസാന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഫാദർ ജിൻസ് കാരക്കാട്ട്, നമുക്ക് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 2018 ശേഷമുള്ള കേരളത്തിൽ നടക്കുന്ന ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കേട്ട ഒരു വാക്കാണ് ഈ ലീവ് വിത്ത് കോവിഡ് എന്നൊരു വാക്ക്. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലീവ് വിത്ത് നാച്ചുറൽ കലാമിറ്റീസ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേരളം കേരള സമൂഹം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മറു സൈഡിൽ ഒരു കാര്യം കിടക്കുന്നുണ്ട്. അതായത് ഈ മലയോര മേഖലയിലെ കർഷകർ അവർ എങ്ങോട്ട് പോകും? അതായത് അവരുടെ പിറന്നു വീണ മണ്ണാണ്, അവരുടെ ജന്മദേശമാണ്, അവരുടെ സ്വന്തം മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഇനി ഭാവിയിലും ആവർത്തിക്കപ്പെടാനിടയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ മലയോര മേഖലയ്ക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ? ആ മാസ്റ്റർ പ്ലാൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദുരന്തം കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം, ദുരിതം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള സംവിധാനം, ഇനി ദുരിതം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ഇനി ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ ഒരു മാസ്റ്റർ പ്ലാൻ ഈ ഒരു ഘട്ടത്തിലെങ്കിലും തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിശബ്ദമായിട്ടുള്ള കുടിയിറക്കിനെ തന്നെ ആയിരിക്കില്ലേ ഇടുക്കി പോലുള്ള മേഖലകളിലെ, വയനാട് പോലുള്ള മേഖലകളിലെ പാവപ്പെട്ട ഒരു കർഷക ജനത നേരിടേണ്ടി വരുന്നത്? ഫാദർ ജിൻസ് കാരക്കാട്ട്, നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2001 മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിനുശേഷം 2001 ശേഷമുള്ള ഈ കാലഘട്ടം, ഈ അടുത്ത നാളുകൾ, ഈ 10-13 വർഷത്തിന് ഇടയ്ക്കുണ്ടായിട്ടുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. നമ്മൾ ഇനിയും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവമൊക്കെ ശരി തന്നെയാണ്, ശാസ്ത്രം തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം അന്ന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിനെ വെച്ചുകൊണ്ട് ഇനി പരിസ്ഥിതിയെ അളക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ശുദ്ധ മൂഢത്തരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുശേഷം ഉണ്ടായിട്ടുള്ള നമുക്ക് ഊഹിക്കാനാവുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുമോ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ഈ 2018 ഉണ്ടായിട്ടുള്ള പ്രളയത്തിൽ നമ്മൾ കണ്ട, നമുക്ക് കേട്ടുകേഴ്വി ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഭൂമി പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു താന്നു പോകുന്ന അവസ്ഥകളൊക്കെ, പ്രതിഭാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്രയും കാലമായിട്ട് നമുക്കങ്ങനെ പരിചിതമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം, വയനാട്ടില് ഈ പ്രളയം ഉണ്ടായതിന്റെ പിന്നിൽ, ഈ വലിയ മണ്ണ് ഇടിച്ചിൽ ഉണ്ടായതിന്റെ പിന്നിൽ എന്താണ്? അവിടെ ഉണ്ടായിട്ടുള്ള താങ്ങാനാവാത്ത ഭീകരമായിട്ടുള്ള മഴ, അതാണ് അവിടുത്തെ ദുരന്തത്തിന് പ്രധാനപ്പെട്ട കാരണം. വലിയ മഴ, വലിയ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി, ഭൂമിക്ക് താങ്ങാനായിട്ടാവാതെ വന്നപ്പോൾ അത് പുറന്തള്ളി എന്നുള്ളതാണ് സത്യം. നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങൾ ഈ ഹൈറേഞ്ചിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളിലുള്ള വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത്, വയനാട്ടിൽ പെയ്ത മഴയുടെ പകുതിയും ഈ ഹൈറേഞ്ചിൽ, ഇവിടെ ഇടുക്കിയിൽ പെയ്താൽ ഇടുക്കിയുടെ സ്ഥിതി ഇതിലും ഭീകരമാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. അത്രയും വലിയ ഭീകരമായ മഴയെ താങ്ങാനായിട്ടുള്ള ത്രാണി ഈ മണ്ണിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വലിയ മണ്ണിടിച്ചിലുണ്ടാകും, വലിയ ഉരുൾപൊട്ടലുണ്ടാകും, എല്ലാം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. കാലാവസ്ഥ വ്യതിയാനമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇനി ഇതിനകത്തൊരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ, സ്വാഭാവികമായിട്ടും ഭരണകൂടം ഇവരൊരു പഴുത് നോക്കിയിരിക്കുന്നവരാണ്. മാസ്റ്റർ പ്ലാൻ എന്ന് പറയാൻ ഞങ്ങൾക്ക് പേടിയുള്ളത് അതുകൊണ്ടാണ്. ഒരു പഴുത് നോക്കിയിരിക്കുകയാണ്. എന്താണ് പഴുത്? ഇവിടെ ഹൈറേഞ്ചിലുള്ള ഈ കർഷകരെ പതുക്കെ എങ്ങനെയാണ് കുടിയൊഴിപ്പിക്കേണ്ടതെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മൾ മാസ്റ്റർ പ്ലാനുമായിട്ട് ചെല്ലുന്നത്. മാസ്റ്റർ പ്ലാനുമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്താണ്? ഇവർ ഇനിയും പരിസ്ഥിതി ലോല പ്രദേശമായി ഒരു വലിയ ഭാഗം പ്രദേശത്തെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ മനുഷ്യന് വസിക്കാനായിട്ട് പാടില്ല എന്ന് നിയമം ഇറക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ കർഷകൻ എങ്ങോട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുള്ളത്? ഇവിടെ ജോർജ് സാറിനെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മനുഷ്യർക്ക് മുന്നോട്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ. ഞങ്ങൾക്ക് അത്ര വലിയ ആശങ്കകളില്ല. കാരണം മഴക്കാലത്ത് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളോടും വേനൽക്കാലത്ത് വന്യജീവികളോടും ഒക്കെ പടപൊരുത്തി തന്നെയാണ്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഈ പോരാട്ടത്തിന്റെ മണ്ണിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ പോരാടി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഇനിയുള്ള നാടുകളിലും പ്രകൃതി ദുരന്തങ്ങളോട്, വന്യമൃഗങ്ങളോട്, ഇവിടുത്തെ കാടൻ നിയമങ്ങളോട് ഒക്കെ ഞങ്ങൾ പോരാടി തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ പോരാടി തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെയുള്ള ആളുകളുടെ മേൽ
വെറുതെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സാധാരണക്കാരായിട്ടുള്ള കർഷകരെ ബോധപൂർവം ആക്ഷേപിച്ച് അവരുടെ മേൽ നടപടികളെടുത്ത് അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, അത് ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിക്കൊണ്ടുവരുന്ന ശ്രമങ്ങൾ ഒന്നും വില പോകില്ല, ഒന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പോരുന്നതല്ല. കാരണം ഇക്കണ്ട ജനത്തെ ഇനി എവിടെയാണ് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഇക്കണ്ട ജനം ഇവിടുന്ന് കുടിയിറക്കി വിട്ടാൽ അവർ എവിടെയാണ് വന്ന് വസിക്കാനായിട്ട് പോകുന്നത്? ഇനി ഏത് പ്രദേശമാണ് സുരക്ഷിതമായിട്ടുള്ള പ്രദേശം എന്ന് നമ്മൾ പറയുന്നത് എവിടെയാണ്? ഇവിടെ മണ്ണിടിച്ചിൽ ഇനി മഴ ഉയർന്നു കഴിഞ്ഞാൽ, വലിയ മഴ ഉയർന്നു കഴിഞ്ഞാൽ എറണാകുളം ഉൾപ്പെടെയുള്ള ഈ നഗരപ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകും. അപ്പൊ എവിടെയാണ് സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന് പറയുന്നത്? അങ്ങനെ സുരക്ഷിതമായ സ്ഥലവും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഉരുൾപൊട്ടിയ വയനാട്ടിലെ പ്രദേശം, അത് എവിടെ കിഴക്കാൻ തൂക്കാട്ടുള്ള വലിയ കുന്നും പ്രദേശമൊന്നും അല്ലായിരുന്നു നമുക്കറിയാം. അവരെ ആളുകൾ താമസിച്ചിരിക്കുന്ന ജനവാസ മേഖലയാണ്. അവിടെ ഭൂമി വലിയ ചെരിവുള്ള സ്ഥലമൊന്നും അല്ല. പക്ഷെ കാട്ടിൽ നിന്നും ഇങ്ങനെ ഉരുൾപൊട്ടി വന്നപ്പോൾ അത് ജനവാസ മേഖലയിലേക്ക് കടന്നൊഴുകുകയും ആ പ്രദേശം മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെയുള്ള അനധികൃത നിർമ്മിതികൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇവിടെ നിർമ്മാണ നിരോധനമൊക്കെ ഉള്ള നാടാണ്. പക്ഷെ നിർമ്മാണ നിരോധനമുള്ള നാടാകുമ്പോഴും നമുക്ക് അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടുത്തെ ചിലയിടങ്ങളിൽ അവിടെ വലിയ മാഫിയകൾ വലിയ കെട്ടിടങ്ങൾ പണിയുന്നു. അവിടെയൊന്നും നിർമ്മാണ നിരോധനം ഇല്ല, അവിടെയൊന്നും പരിസ്ഥിതി ലോലമല്ല. ഇവിടെ പാവപ്പെട്ടവൻ ഇവിടെ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള 600 സ്ക്വയർ ഫീറ്റ് ഉള്ള 700 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വയ്ക്കുമ്പോൾ അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്, അവിടെ നിർമ്മാണ നിരോധനം ബാധകമാണ്. അവന്റെ കൃഷിയിടത്തിൽ അവന് കന്നുകാലിക്ക് വേണ്ടിയിട്ട് തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ അതിന് എന്താണ് നിർമ്മാണ നിരോധനം കൊണ്ടുവരുന്നു. ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് പറയുന്നതിന്റെ ഈ കപട പരിസ്ഥിതിവാദം, അനാവശ്യമായിട്ടുള്ള പരിസ്ഥിതി സ്നേഹം, മനുഷ്യത്വത്തെ മറന്നുകൊണ്ടുള്ള ഇവിടുത്തെ സാധാരണക്കാർ മനുഷ്യനെ അവഹേളിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സ്നേഹം, അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ടാവില്ല. ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രചരണം, ഇവിടെ കർഷകരാണ് ഇവിടുത്തെ കലാമിറ്റിക്ക് മുഴുവൻ കാരണക്കാരെന്ന് പറഞ്ഞ് കർഷകരെ മുഴുവൻ ആക്ഷേപിക്കാൻ വേണ്ടി നടത്തുന്ന ഏത് മനുഷ്യർ നടത്തിയാലും അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിനെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഡോക്ടർ ചാക്കോളം പറമ്പിൽ, നമ്മൾ ഈ പ്രകൃതിക്ഷോഭങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് ഇരകളായി തീരുന്നത് ഈ മലയോര മേഖലയിലെ കർഷക ജനതയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ പോലുള്ള ആ ഒരു പ്രതിഭാസങ്ങൾ ഞൊടിയിടയ്ക്കാണ് നിരവധി ജീവനുകളെ അത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് വയനാട് ദുരന്തമൊക്കെ നാം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ കുറെ കൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രാബല്യത്തിൽ വരേണ്ടതല്ലേ? ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നു ഈ പറയുന്ന ഈ ദുരന്ത മുന്നറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ മലയോര മേഖലയിലെ ജനങ്ങളൊക്കെ പലപ്പോഴും ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ നമ്മുടെ ഈ ഇടനാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ കൃത്യമായിട്ടുള്ള ഈ മൊബൈൽ ത്രൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ലഭ്യമാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ പല അറിയിപ്പുകളും ലഭിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഈ താഴെ തട്ടിലേക്ക് കൃത്യമായി, പ്രത്യേകിച്ച് അത്തരം മേഖലയിൽ താമസിക്കുന്നവരുടെ ആ ഇടങ്ങളിലൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലേക്ക് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദുരിതത്തെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം, അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം, ഒരു ദുരിതമുണ്ടായി കഴിയുമ്പോൾ ബോധവൽക്കരണം, അത് കൃത്യമായിട്ട് അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ശാശ്വതമായിട്ടുള്ള ഒരു സംവിധാനങ്ങളിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഞാൻ അതിന്റെ ഉത്തരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, എന്റെ പ്രതികരണത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ആ ഗാഡ്ഗിൽ കസ്തൂരിരംഗനൊക്കെ റിപ്പോർട്ടുകളിൽ, പ്രത്യേകിച്ച് ഗാഡ്ഗിൽ റിപ്പോർട്ട്, ജൈവ കൃഷിയെ കണ്ടമാനം പ്രോത്സാഹിപ്പിക്കുന്നു, അതൊക്കെ നല്ലതാണെന്ന് നമ്മളെല്ലാം ധരിച്ചു വശായിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്കറിയാവുന്ന കാര്യമാണ്, ഗ്രോമോർ ഫുഡ് എന്ന കോൺസെപ്റ്റിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ആ ഒരു വലിയ ദാരിദ്ര്യത്തെയും പട്ടിണിയെയും അതിജീവിക്കാൻ അന്നത്തെ സർക്കാരുകൾ തന്നെ, ഭരണാധികാരികൾ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഈ ജനവിഭാഗങ്ങളെ മലയോര മേഖലയിലേക്ക് കൃഷി പോകുന്നത്. അതിന് തന്റെ ഇടമുള്ള സാഹസിക നിറഞ്ഞ സമൂഹങ്ങൾക്ക് അത് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു വസ്തുതയാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ പോയി വയനാട്ടിലും അല്ലെങ്കിൽ ഇടുക്കിയിലുമുള്ള പ്രദേശങ്ങളൊക്കെ കൃഷി ചെയ്ത് 5 ഏക്കർ, നമുക്കറിയാം ഈ പട്ടം കോളനികൾ എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ 5 ഏക്കർ വീതം പതിച്ചു കൊടുത്തതിന്റെ ഭാഗമായി കിടക്കുന്ന അവിടെ കൃഷി ചെയ്ത് അന്നം മൂട്ടി ഇവിടുത്തെ ദാരിദ്ര്യം മാറ്റിവരാണ് അവര്.
അവര് ഈ കന്നുകാലികളുടെ ചാണകവും ഈ ചപ്പുചവറുകളുടെ ചാരവും ഉപയോഗിച്ച കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ ഭക്ഷ്യദൗർലഭ്യത്തെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. രണ്ടാമത് അവര് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപപ്പെടുത്തുമ്പോൾ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന മൂലം പല സ്ഥലങ്ങളും നഷ്ടപ്പെടുമായിരുന്നത് ഒഴിവാക്കാൻ വേണ്ടി മലയാളികളായിട്ടുള്ളവരെ കൊണ്ട് പുനരധിവസിപ്പിച്ച സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതുവഴിയാണെന്ന് പാലക്കാടായാലും ഇടുക്കി ആയാലും അതുപോലെ തന്നെ കാസർഗോഡിന്റെ ഭാഗങ്ങളൊക്കെ ആയാലും ഇന്ന് കേരളത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. ആ തരത്തിൽ കേരള സംസ്ഥാനം രൂപപ്പെടുത്തുന്നതിലും ഇവര് വലിയ പങ്ക് വഹിച്ചവരാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ സാഹസികൾ നിറഞ്ഞ ഈ ഒരു സമൂഹം അവർ തയ്യാറായി ഇത്തരം പ്രദേശങ്ങളിലേക്ക് പോകാൻ എന്നുള്ളത്. ഇവരെയാണ് ഇന്ന് കുറ്റപ്പെടുത്തുന്നത്. എന്താ ഇവരെയാണ് ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കിയെടുത്തത് കർഷകരാണോ? ഇവിടെ ഫെർട്ടിലൈസേഴ്സ് പ്രത്യേകിച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കിയെടുത്തത് കർഷകരാണോ? ഇവിടെ മോഡിഫൈഡ് അല്ലെ ജനിതക മാറ്റം പറഞ്ഞ് വിത്തുകൾ ഉണ്ടാക്കിയത് കർഷകരാണോ? ഇതെല്ലാം സർക്കാർ തന്നെയല്ലേ? അതുപോലെ തന്നെ ഇവിടെ തേനി പോലുള്ള സ്ഥലത്ത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഈ മാങ്കുളത്തൊക്കെ 2-3 കിലോമീറ്റർ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് കർഷകരാണോ? ഇവിടെ ഡാമുകൾ നിരവധി കെട്ടിപ്പൊക്കി വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ തുറന്നു വിട്ടിട്ട് ഇവിടെ ജലപ്രളയം ഉണ്ടാകുകയും ആളുകൾ നശിക്കുകയും ചെയ്യുന്നത് കർഷകരുടെ പണിയാണോ? ന്യൂട്രീനോ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ തേനിയിൽ ഉണ്ടാക്കുന്ന ലാബോറട്ടറിക്ക് ആവശ്യമായിട്ടുള്ള വലിയ തുരങ്കം നിർമ്മിക്കുന്ന കർഷകരാണ്. അതുപോലെ ഇടുക്കി ഡാം കർഷകരുടേതാണോ? 140 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കർഷകരുണ്ടാക്കിയതാണോ? ഇന്ന് അതിൽ അണുബോംബ് പോലെ ഇവിടെ നിൽക്കുന്നു. അതാരും മനസ്സിലാക്കുന്നില്ല. വികസിത രാജ്യങ്ങളിലെ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന വ്യവസായ സംരംഭങ്ങളെയും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെയും തടയിടാൻ വേണ്ടി ഈ വികസ്വര രാജ്യത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് പറയുകയും ആ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വികസനത്തെ മുരടിപ്പിക്കുകയും എന്നാൽ ഇവിടെ മരം നട്ടുപിടിപ്പിച്ച സ്വന്തം കൃഷിഭൂമിയെ ഹരിതാപമായി സൂക്ഷിക്കുന്ന കർഷകനെ പ്രകൃതി വിരുദ്ധനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ പൊളിച്ചെഴുതണം. ജൈവ കൃഷി കൊണ്ട് നമുക്കറിയാം, ഇന്ന് പാൽപാദനം നടത്തുന്നു. നമ്മൾ ധവള വിപ്ലവമൊക്കെ പറഞ്ഞു. ആ ധവള വിപ്ലവമൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ പാലുണ്ട്. വെച്ചൂർ പശുവിനെ വളർത്തിക്കൊണ്ട് എത്ര കാലം നമുക്ക് ഇതിന് ആവശ്യമായ പാൽ കൊടുക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക. അതൊക്കെ ഇന്ത്യയിൽ തന്നെ 150ഓളം കാർഷിക സർവകലാശാലയും കോളേജുകളുണ്ട്. ഏതെങ്കിലും ഒരു കാർഷിക സർവകലാശാലയോ കോളേജോ ജൈവ കൃഷി നടത്തി കാണിക്കുന്ന ഒരു സംരംഭം, കുറെ ഉട്ടോപ്യൻ ഐഡിയാസും പറഞ്ഞിറങ്ങുന്ന കുറെ കപട പരിസ്ഥിതിവാദികളും പരിസ്ഥിതി ഭീകരരും ഉണ്ട്. അവരെയല്ല നമ്മൾ മാനിക്കേണ്ടത്. മറിച്ച് ലോകമെമ്പാടും നടക്കുന്ന ഈ ആഗോള താപനം അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളെ അവരെ സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള കാർബൺ ഫണ്ട് ഇവരിലേക്ക് എത്തണം. ഇവരുടെ പ്രദേശങ്ങളിലെ പച്ചപ്പുകൾക്ക് പ്രതിഫലമായിക്കൊണ്ട് കാർബൺ ഫണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയണം. അത് ഏതെങ്കിലുമൊക്കെ സ്വകാര്യ താല്പര്യക്കാർക്ക് കൈവിട്ട് വരാനുള്ള സംവിധാനമാകരുത്. അതുപോലെ തന്നെ ദുരന്തങ്ങളെ കുറിച്ച് താങ്കൾ ചോദിച്ചിലേക്ക് ഞാൻ വരികയാണ്. ബാങ്കോക്ക് നിരന്തരം ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഇന്ന് ആ ഉരുൾപൊട്ടലിൽ അവിടെ ആൾനാശം വളരെ വളരെ കുറവാണ്. നമ്മുടേക്കാൾ എത്രയോ 10 മടങ്ങ് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം വെച്ച് ഉരുൾപൊട്ടലിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവരെ അറിയിക്കുകയും ജനത്തെ എവിക്റ്റ് ചെയ്യുകയും ജനത്തെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും സംവിധാനങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഈ പണം മാറി ഇവ കിട്ടുന്ന ഫണ്ടെല്ലാം ഇപ്പം വന്യമൃഗങ്ങളുടെ ശല്യം തന്നെ എടുത്തോളൂ. ഏകദേശം 16,000-ലധികം കിലോമീറ്റർ നീളം കേരളത്തില് റവന്യൂ ഭൂമി അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളും ഫോറസ്റ്റും അതിർത്തി പങ്കിടുന്നതാണ്. അതിൽ കേവലം 3000-ൽ താഴെ കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ് എന്തെങ്കിലും താൽക്കാലിക ഫെൻസിംഗ് ഉള്ളത്. ബാക്കി 13,000-ലധികം ഈ കിലോമീറ്റർ നീളത്തിൽ ഈ വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം ഇങ്ങോട്ട് ഇറങ്ങാം. വിദേശത്ത് ഏത് നാട്ടിലായതുള്ളത്? ഏത് വികസിത രാജ്യത്തായതുള്ളത്? അമേരിക്ക അടക്കം മനുഷ്യർ താമസിക്കുന്നതിന്റെ 10, 15, 20 മീറ്റർ ദൂരെ കരടിയും കടുവയും കാട്ടുപന്നിയും മേയുകയാണ്. അവിടെ ഒന്നും പ്രശ്നമില്ല. ഏത് നാട്ടിലെ ഇതുപോലെ കാട്ടുപന്നി വരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വഴി നീളം പിള്ളേരെ പേപ്പട്ടിയും കാട്ടുപന്നിയും കൊല്ലുന്നത്? അപ്പൊ ഇതൊക്കെ ഉട്ടോപ്യൻ പരിഷ്കാരങ്ങൾ കൊണ്ടും സ്വാർത്ഥ ലാഭങ്ങൾ കൊണ്ടും ലാഭക്കൊതി കൊണ്ടും വിദേശ ഫണ്ട് കൈവിട്ടുകാരുള്ള താല്പര്യം കൊണ്ടും ഇതിനെയൊക്കെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇവിടെ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ലഭിക്കുന്ന പണം കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സർക്കാരുകൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ശാശ്വതമായ പരിഹാരം ഇതിനാകുകയുള്ളൂ. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കർഷകർക്ക് എത്തിച്ചു കൊടുക്കണം. അവരുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അവരുടെ നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുക അവർക്ക് കൊടുക്കണം. അവരുടെ ജീവന സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള മുൻഗണനാക്രമത്തിലുള്ള ക്രമീകരണങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ കഴിയുന്ന സംവിധാനങ്ങളും ഇവിടെ സ്ഥാപിക്കണം. കർഷകരെ ആരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അത് ശരിയല്ല എന്ന് പറയാൻ കഴിയുന്ന പഠിച്ചിട്ടുള്ള വ്യക്തികളുടെ സ്വരം ഉയർത്താനായിട്ട് ഭരണകർത്താക്കൾക്ക് കഴിയണം.
അത് നമ്മുടെ മാത്രം ഒച്ചയായി മാറരുത്, അത് നമ്മുടെ മാത്രം താല്പര്യമായി മാറരുത്. കർഷകരാണ് നാടിന്റെ നട്ടിലെന്ന് തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് നടുവൊടിഞ്ഞ് കിടക്കുന്നവന്റെ മുകളിലേക്ക് വീണ്ടും കയറി ചവിട്ടുന്ന ഒരവസ്ഥ അവസാനിപ്പിക്കാൻ ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളടക്കം ഉണർത്തെണീക്കണമെന്നാണ് എനിക്ക് പറയാം. അങ്ങനെ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം ഇവരെ കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ യഥേഷ്ടം ഈ പണം കൈപ്പറ്റിക്കൊണ്ട് തോന്നിയാസം കാണിക്കാവുന്ന ഒരു വലിയ കോർപ്പറേറ്റ് മാഫിയ സംഘങ്ങൾ. ഇപ്പൊ പുഴകളിൽ മണല് വാരുന്നില്ല ജോർഡി, പുഴകളിൽ മണല് വാരുന്നുണ്ടോ? പുഴ കവിഞ്ഞൊഴുകാണ്, നമ്മൾ കുറ്റം പറയുകയാണ്, പുഴ കവിഞ്ഞൊഴുകുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണ് മണല് വാരാത്തത്? പലപ്പോഴും പലരും ആരോപിക്കുന്നത് അത് ഈ പറയുന്ന കോറിയ മാഫിയകൾക്ക് എംസാൻഡും പീസാൻഡും വിൽക്കണമെങ്കിൽ ഈ മണല് വാരിയ നടക്കില്ല. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യണം, ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യണം, സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കണം, മുന്നറിയിപ്പുകൾ കൊടുക്കണം, അതിന്റെ ക്രമീകരണങ്ങൾ നടത്താൻ ആവശ്യമായ സാമ്പത്തികം അർഹമായ കരങ്ങളിൽ എത്തിച്ചേരണം. ആ രീതിയിലുള്ള സംവിധാനം ഇവിടെ രൂപപ്പെട്ടാൽ മാത്രമേ ഇത് പരിഹാരമാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അവസാനമായി ശ്രീ ജോഷ, നമുക്കറിയാം ഈ മലബാറിലേക്കൊക്കെയുള്ള ഈ കർഷക കുടിയേറ്റത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. അതിന് പിന്നിലുള്ള ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജകൽപ്പനയൊക്കെ നമുക്കറിയാം. ഈ കർഷകർ എന്ന് പറയുന്നത് ഇതിന്റെ ഭക്ഷ്യസുരക്ഷയൊക്കെ ഗുരുതരമായി ബാധിക്കപ്പെടും എന്ന കാര്യം തീർച്ചയാണ്. ഞാൻ അത് ചോദിക്കാൻ കാരണം, നമ്മൾ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതൊക്കെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അങ്ങയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ ചർച്ചയിൽ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ, ഈ വന്യമൃഗശല്യം, ഈ പ്രകൃതി ക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, കാർഷിക വിളകളുടെ വില തകർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കാർഷിക മേഖല ഉപേക്ഷിച്ച് പോകുന്നവരുടെ തോത് എത്രത്തോളമുണ്ട്? അതിലൊരു ഞാൻ ചോദിക്കാൻ കാരണം, അത്തരത്തിലുള്ള കൃത്യമായിട്ടൊരു പഠനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർവേ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആവശ്യത്തിന് അനാവശ്യം ഇഷ്ടം പോലെ സർവേ നടക്കുന്നുണ്ട്. അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ നടത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ കാർഷിക മേഖല ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നവരുടെ എണ്ണം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ശ്രീ ജോഷ? വേറൊരു ഗതിയും ഇല്ലാത്തവർ മാത്രമേ ഇപ്പൊ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നുള്ളൂ. ഞാൻ എത്ര ക്രൂരമായിട്ട് എൻ്റെ മക്കളോട് പെരുമാറിയാലും അവനോട് ഒരു കൃഷിക്കാരനായിട്ട് ഈ നാട്ടിൽ ജീവിക്കണമെന്ന് പറയാനായിട്ട് എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ലാത്ത അത്ര മേലുള്ള പീഡനങ്ങളും നിന്ദനങ്ങളും ആക്ഷേപങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്നുള്ള പീഡനങ്ങളുമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. അതിനു പുറമെയാണ് പ്രകൃതി ദുരന്തങ്ങളും വന്യജീവികളുടെയും ആക്രമണം. ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം കൃഷി, അതിൽ നിന്നുള്ള വരുമാനം ഒക്കെ നിലച്ച മട്ടാണ്. ഇത് അവസാനിക്കാൻ പോകുന്നത് പഴയ USSRന്റെ ഭാഗങ്ങളായിരുന്ന ലാത്വിയ, എസ്തോണിയ, ലിത്വാനിയ ഒക്കെ പോയി സന്ദർശിച്ചാൽ മനസ്സിലാകും. അവിടെ നിന്ന് സകലമാന ജനങ്ങളും കുടിയൊഴിഞ്ഞ് യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്നു. അവർ തൊഴിലന്വേഷിച്ച് പോയതാണ്. അവരുടെ കൃഷികളെല്ലാം നിലച്ചു, റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ആളില്ലാതെ കിടക്കുകയാണ്. ഇതേ ദുരന്തം കേരളത്തെ അനതിവിദൂരമായിട്ട് നോക്കി ഇരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി എന്നാ കൊടുക്കാം എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു പുതിയ കൃഷിക്കായിട്ട് പുതിയൊരു തലമുറ വരികയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഈ ലക്ഷ്യം കണ്ടവര് അവരുടെ ലക്ഷ്യത്തോട് വളരെയധികം അടുത്തു കഴിഞ്ഞു. കേരളത്തിന്റെ കാർഷിക മേഖലയെ, പ്രത്യേകിച്ച് വയനാടിന്റെയും ഇടുക്കിയുടെയും സഖ്യപർവ്വത കേന്ദ്രീകരിച്ചുള്ള സുഗന്ധവ്യഞ്ജന വിളകൾ എല്ലാം മുച്ചൂടും നശിപ്പിക്കുക എന്നുള്ള തീരുമാനം അവർ ഏകദേശം നടപ്പിലാക്കി കഴിഞ്ഞ അവസരത്തിലാണ് ഉള്ളത്. അതിനു പുറമെ ഇനിയിപ്പോ ഞങ്ങൾ മിച്ചമുള്ളവരെ സംരക്ഷിക്കാനായിട്ട് ഈ ഉരുൾപൊട്ടൽ വരുന്നു എന്ന് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരാനായിട്ട് വലിയ ശാസ്ത്രീയ സംവിധാനം ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഒരു പഞ്ചായത്തില് 3-4 സ്ഥലത്ത് റെയിൻ ഗേജ് ഉണ്ട്, മഴ മാപിനികളുണ്ട്. അത് സമയം കൂടി അളക്കാവുന്ന വിധത്തിലുള്ളതാണ് മിക്കവാറും എല്ലാം. ഈ പ്രശ്നമുള്ള പ്രദേശങ്ങളിൽ ഒരു 3 സെന്റിമീറ്റർ അല്ലെ 5 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ഒരു 6 മണിക്കൂറിനുള്ളിൽ പെയ്തിറങ്ങാൻ ഉള്ള സാധ്യത അല്ല. പെയ്തിറങ്ങുമ്പോൾ അതിനുള്ള അലർട്ട് കൊടുത്താൽ അവിടെ നിന്ന് മനുഷ്യർക്ക് മാറി താമസിക്കാവുന്നതേ ഉള്ളൂ. വളരെ ചിലവ് കുറച്ച് ചെറിയ സംവിധാനത്തിൽ അതാത് പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചറെയോ ഏൽപ്പിച്ചാൽ കൃത്യതയോടെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ചെയ്യാൻ ഇവിടെ ആളില്ല. മാധവ് ഗാഡ്ഗിലിനോ അല്ലെങ്കിൽ ഈ പ്രകൃതി ശാസ്ത്രജ്ഞന്മാർക്കോ ഇതേക്കുറിച്ച് അറിവുമില്ല. അങ്ങനെ ഒരു സംവിധാനം എല്ലായിടത്തും ആക്കി തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ പ്രകൃതി സ്നേഹം പ്രസംഗിക്കുന്ന, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന, ഞങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്ന ചാനലുകളുടെ അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് വായ്ത്താരി മുഴക്കുന്ന പ്രകൃതി സ്നേഹികളോട്
ഞാനൊരു വെല്ലുവിളി ചോദിക്കുകയാണ്. സഹ്യപർവ്വത മലകളെ നെടുക തുരന്നുകൊണ്ട് മൂലമറ്റത്തു നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് 3 വലിയ തുരങ്കങ്ങള് സ്ഫോടനങ്ങൾ നടത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊജക്ടിന്റെ ആകെ ചെലവ് 3000 കോടി രൂപയാണ്. ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥാപിത ശേഷി 800 മെഗാവാട്ടിൽ നിന്ന് 1600 മെഗാവാട്ടാക്കി ഉയർത്തുക എന്നുള്ളതാണ്. പകല് സോളാർ എനർജി കിട്ടുമ്പോൾ രാത്രിയിൽ മാത്രം പ്രവർത്തിപ്പിച്ച് ഉള്ളത് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല പ്രൊജക്റ്റാണ്. ഏതെങ്കിലും പരിതസ്ഥിതിവാദി ഈ സഖ്യപർവ്വതത്തെ ഇങ്ങനെ നെടുവെ സ്ഫോടനങ്ങൾ ഉപയോഗിച്ച് 3 വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി പിളർക്കരുതെന്ന് ആവശ്യം ഉന്നയിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങളുടെ മഴുവിനും തൂമ്പയ്ക്കും വാക്കത്തിക്കും നേരെ ഓങ്ങുന്നതിന് മുമ്പ് ഈ വലിയ പ്രവർത്തനം തെറ്റാണെന്ന് പറയുവാൻ ധൈര്യമുള്ള ഏതെങ്കിലും പ്രകൃതി സ്നേഹി കപട പരിതസ്ഥിതിവാദി ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തുണ്ടോ? ഇല്ല. ഇനി ഞങ്ങൾ കർഷകർ ഒരു കാര്യം കൂടെ പറയുവാണ്. സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തിന് സർക്കാർ ഇട്ടിരിക്കുന്ന മിനിമം വിലയുണ്ടല്ലോ, ഈ ഏറ്റവും കുറഞ്ഞ വില ഞങ്ങൾ ആധാരം ചെയ്യുമ്പോൾ പത്രത്തിൽ കാണിക്കേണ്ട കുറഞ്ഞ വില, ആ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങളുടെ സ്ഥലങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഇട്ടൊഴിഞ്ഞു പോകുവാൻ പണ്ടേ മനസ്സാണ്. ഞങ്ങളുടെ ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ പോയി ജീവിച്ചു കൊള്ളാം. ഈ ആനയോടും ഈ കടുവയോടും ഈ പുലിയോടും ഈ കാട്ടുപന്നിയോടും മയിലിനോടും പാമ്പിനോടും എല്ലാം പടവെട്ടി ഞങ്ങളുടെ ജീവിതം നശിച്ചു, ഞങ്ങളുടെ മക്കളുടെ ഭാവി നശിച്ചു. ഇനി ഈ കാലാവസ്ഥാ വ്യതിയാനത്തില് ഇതുപോലെയുള്ള അതിവർഷം പോലെയുള്ള വലിയ വരൾച്ച പോലെയുള്ള ഭീകര ദുരിതങ്ങള് ഞങ്ങളെ കാത്തിരിക്കുന്നു. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടതിനേക്കാൾ 4 ചുറ്റും പരതിയാല് പോകാൻ ഒരു ഇടവുമില്ല, ജീവിക്കാൻ ഒരു മാർഗവുമില്ല എന്നായിപ്പോയ ഒരു ജനതയുടെ അവസാന നിലവിളിയാണ്. ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ഞങ്ങൾ നാളെ മുതൽ അപേക്ഷ ക്ഷണിക്കും. നിങ്ങൾ കൊടുക്കാനുള്ള സ്ഥലവും പ്രതീക്ഷിക്കുന്ന വിലയും എഴുതി തരിക എന്ന് പറഞ്ഞാൽ തീരെ കുറഞ്ഞ വില തരുന്ന, ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത, താമസിക്കാത്ത മനുഷ്യർക്ക് കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടുകളിലേക്ക് അടിയിൽ പോയി 10 സെന്റും 5 സെന്റും മേടിച്ച് താമസിക്കുന്ന ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക്, കർഷക തൊഴിലാളികൾക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സർക്കാർ ഒരു അവസരം ഒരുക്കുമോ എന്നൊരു വെല്ലുവിളി കൂടി ഉയർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും കർഷകരുടെ വേദന, മലയോര ജനതയുടെ വേദന സർക്കാർ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു നാടിൻ്റെ നിലനിൽപ്പിന് കർഷകർ അത്യന്താപേക്ഷിതമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് കണ്ണോടിക്കാതെ അതിൻ്റെ ഉത്തരവാദിത്വം കർഷകരുടെ മേൽ വെക്കുന്നവരുടെ ഒരു യഥാർത്ഥ ഒരു അജണ്ട കൂടി ഈ ഒരു ചർച്ച തുറന്നു കാണിക്കുകയുണ്ടായി. ഈ പ്രകൃതി ദുരന്തങ്ങൾ, അത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ആ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു വ്യാപ്തി, ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള നടപടികൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ വയനാട് ആ അതിദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. ഒപ്പം ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജിൻസ് കാരക്കാട്ട്, ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ശ്രീ ജോഷുവ, 3 പേർക്കും നന്ദി.